ധ്യാനിനെയും പ്രണവ് മോഹൻലാലിനെയും നായകന്മാരാക്കി വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വലിയ വിജയമായിരുന്നുവെങ്കിലും OTTയിൽ എത്തിയപ്പോൾ ട്രോളർമാർ കീറിമുറിച്ചു. വർഷങ്ങൾക്ക് ശേഷം സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ. വർഷങ്ങൾക്ക് ശേഷത്തിന് ട്രോളുകൾ വന്നു തുടങ്ങിയ ആദ്യ ദിവസങ്ങൾ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലായില്ലെന്നും ഒരു ഷോക്കിലായിരുന്നു താനെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. ചില ട്രോളുകളിൽ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായെന്നും ആളുകൾ പറയുന്നതിൽ ശരിയായവ സ്വീകരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തതായി താൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഒരു തമിഴ് കഥാപാത്രം ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ ക്യാമറാമാൻ ജോമോൻ തൽക്കാലം തന്റെ സിനിമയിൽ തമിഴ് കഥാപാത്രം വേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ വേഷം മലയാളിയാക്കി മാറ്റിയെന്നും വിനീത് പറഞ്ഞു. ചില്ലി മാംഗോസ് ബോളിവുഡിനു നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വിനീത് ശ്രീനിവാസൻ. വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ട്രോൾ വരാൻ തുടങ്ങിയ ആദ്യ 2 ദിവസം എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് മനസ്സിലായി. ചില ട്രോളുകളിൽ കാര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ആളുകൾ പറയുന്നതിൽ ചില സത്യങ്ങൾ ഉണ്ട്. അതിൽ നിന്നും വേണ്ടത് എടുക്കണമെന്നും അടുത്ത സിനിമയിൽ ഇതെല്ലാം ശ്രദ്ധിക്കണമെന്നുമൊക്കെ മനസ്സിലായി. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്തതായി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഒരു തമിഴ് കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ജോമൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, വിനീത് തൽക്കാലം നിന്റെ സിനിമയിൽ തമിഴ് ക്യാരക്ടർ വേണ്ട, മലയാളത്തിൽ വേറെ ആരെ വെച്ചാലും കുഴപ്പമില്ല, നീ വെക്കണ്ട എന്ന്. അങ്ങനെ ആ തമിഴ് കഥാപാത്രത്തെ മലയാളിയാക്കി മാറ്റി. എനിക്ക് അടി കിട്ടിയാൽ ഞാൻ പഠിക്കും. ആ സിനിമ വല്ലാത്തൊരു അടിയായിരുന്നു, ചിരിച്ചുകൊണ്ട് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു.